ആഫ്രിക്കയുടെ തെക്ക് കിഴക്കൻ തീരത്തുള്ള ഒരു ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കർ അസാധാരണമായ ജൈവ വൈവിധ്യത്തിനും സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തിനും പേരുകേട്ടതാണ്. ദ്വീപിൽ ഒരിക്കൽ ജീവിച്ചിരുന്ന, പറക്കാൻ കഴിയുന്നതും ഒരു ഭീമാകാരമായ ആനപ്പക്ഷി എന്നറിയപ്പെട്ട എപ്യോർണിസ് എന്ന പക്ഷി അവിടുത്തെ ഏറ്റവും ആകർഷകമായ ചരിത്ര ജീവിവർഗത്തിൽ ഒന്നായിരുന്നു. 3 മീറ്ററിലധികം ഉയരവും ഏകദേശം 450 കിലോഗ്രാം വരെ ഭാരവുമുള്ള ഇതുവരെ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷി ഇനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷിലോകത്തിലെ ഏറ്റവും വലിയ മുട്ടകളിടുന്നതിന് ആനപ്പക്ഷി പ്രത്യേകിച്ചും പ്രശസ്തമാണ്. നമസ്കാരം, ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനപ്പക്ഷികൾ വളരെ വലുതായിരുന്നെന്ന് പറഞ്ഞല്ലോ. കോണാകൃതിയിലുള്ള കൊക്കുകൾ, ചെറിയ കട്ടിയുള്ള 3 വിരലുകളോടെയുള്ള കാലുകൾ, വലുതും പറക്കാൻ കഴിയുന്നതുമായ ചിറകുകൾ എന്നിവയായിരുന്നു അവയുടെ പ്രത്യേകതകൾ. ഏറ്റവും വലിയ ഇനമായ വൊറോംബെ ടൈറ്റന് 860 കിലോഗ്രാം വരെ ഭാരമുണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. സസ്യഭുക്കുകളായ ഇവ പ്രധാനമായും പഴങ്ങൾ, വിത്തുകൾ, സസ്യങ്ങൾ എന്നിവ ഭക്ഷിക്കുകയും മഡഗാസ്കറിലെ വനങ്ങളിലുടനീളം വിത്ത് വിതരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ആനപ്പക്ഷികളുടെ മുട്ടകളും അതുപോലെ തന്നെ ശ്രദ്ധേയമായിരുന്നു. ഫോസിലൈസ് ചെയ്യപ്പെട്ട അവശിഷ്ടങ്ങളിൽ 26 മുതൽ 34 സെൻറ്റിമീറ്റർ വരെ നീളവും 19 മുതൽ 24.5 സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള മുട്ടകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ജന്തുശാസ്ത്രജ്ഞനായ ഇസിഡോർ ജെഫ്രോയ് സെൻറ്റ് ഹിലൈൻ ഉൾപ്പെടെയുള്ള 19-ാം നൂറ്റാണ്ടിലെ പ്രകൃതി ശാസ്ത്രകാരന്മാർ ഈ ഭീമൻ മുട്ടകൾ വിശദമായി പഠിച്ചു. പക്ഷിയുടെ ജീവശാസ്ത്രവും പരിണാമവും മനസ്സിലാക്കുന്നതിൽ അവ നിർണായകമാണ്. ആനപ്പക്ഷികൾക്ക് അവയുടെ ഭാരം താങ്ങാൻ കട്ടിയുള്ളതും കരുത്തുറ്റവുമായ കാലുകളാണ് ഉണ്ടായിരുന്നത്. ഇത്രയേറെ ഭാരമുണ്ടായിരുന്നെങ്കിലും അവയ്ക്ക് പൂർണ്ണമായും പറക്കാൻ കഴിയുമായിരുന്നു. വലിയ കൊക്കുകൾ വിവിധ തരം സസ്യജാലങ്ങൾ ഭക്ഷിക്കാൻ അവയെ പ്രാപ്തമാക്കി. അതേസമയം സാവധാനത്തിൽ നീങ്ങുന്ന, നിലത്ത് ജീവിക്കുന്ന ജീവിതശൈലി മഡഗാസ്കറിലെ ഇടതൂർന്ന വനങ്ങൾക്കും തുറന്ന വനപ്രദേശങ്ങൾക്കും അനുയോജ്യമായിരുന്നു. വലിപ്പം കാരണം ഈ പക്ഷികളെ വേട്ടയാടുന്ന മറ്റ് ജീവികൾ കുറവായിരുന്നു. ഇവയുടെ സ്വഭാവ രീതികൾ പ്രകൃതി വൈവിധ്യം നിലനിർത്തുന്നതിലും അവയുടെ ആവാസ വ്യവസ്ഥയുടെ ഘടന രൂപപ്പെടുത്തുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മഡഗാസ്കറിൽ മാത്രം കാണപ്പെടുന്ന പക്ഷികളായിരുന്ന ഇവ ആ ദ്വീപിൽ ഉടനീളം വ്യാപകമായിരുന്നു. ധാരാളം ഭക്ഷണവും വെള്ളവും ഇവരുടെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നതുകൊണ്ട് അത്തരം പ്രദേശങ്ങളെയാണ് അവ ഇഷ്ടപ്പെട്ടത്. ഫോസിൽ രേഖകൾ സൂചിപ്പിക്കുന്നത് ആനപ്പക്ഷികൾ മനുഷ്യ കാലഘട്ടത്തിൽ വളരെ കാലം നിലനിന്നിരുന്നുവെന്നാണ്. ഏകദേശം 1560-1300 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉയർന്ന പ്രദേശങ്ങളിൽ എപ്പിയോർണിസ് നിലനിന്നിരുന്നു. അവയുടെ സാന്നിധ്യം പ്രാദേശിക സസ്യജാലങ്ങളെ സ്വാധീനിച്ചിട്ടുമുണ്ട്. അവയുടെ വംശനാശം മഡഗാസ്കറിൻ്റെ ആവാസ വ്യവസ്ഥയെ മാറ്റിമറിച്ചു. ഈ പക്ഷിയുടെ വലിയ മുട്ടകൾക്ക് ഏകദേശം 1.5 കിലോഗ്രാം വരെ ഭാരം വരും. ആനപ്പക്ഷികളുടെ താരതമ്യേന കുറഞ്ഞ പ്രത്യുത്പാദന നിരക്കും വലിപ്പവും ദീർഘായുസ്സും ഉണ്ടായിരുന്നെങ്കിലും മനുഷ്യൻ്റെ വേട്ടയാടലിന് അവ ഇരയായിരിക്കാം എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആധുനിക കാലത്തെ ചില പറക്കാനാവാത്ത പക്ഷികളെപ്പോലെ മുട്ടകൾ കുന്നിൻ ചെരുവുകളിൽ കുഴിച്ചിട്ടോ അല്ലെങ്കിൽ കൂടുകളിലോ അവ വിരിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് വലിയ പറക്കാനാവാത്ത പക്ഷികളുമായി ചേർത്ത് നോക്കിയാൽ ആനപ്പക്ഷികൾ താരതമ്യേന സാവധാനത്തിൽ സഞ്ചരിക്കുന്നവയും ആക്രമണകാരികളല്ലാത്തവയുമായിരുന്നു. പഴങ്ങൾ, വിത്തുകൾ, ഇലകൾ എന്നിവയുൾപ്പെടെ വിവിധതരം ചെടികളെയും ഭക്ഷിച്ചുകൊണ്ട് അവ ചെറിയ കൂട്ടങ്ങളായിട്ടായിരുന്നിരിക്കണം ജീവിച്ചിരുന്നത്. മഡഗാസ്കറിൻ്റെ സസ്യവൈവിധ്യം നിലനിർത്തുന്നതിനും വന പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനും നൂറ്റാണ്ടുകളായി ദ്വീപിൻ്റെ തനതായ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിനും വിത്ത് വിതരണക്കാർ എന്ന നിലയിൽ അവയുടെ പങ്ക് നിർണായകമായിരുന്നു. മലഗാസി സംസ്കാരത്തിലും നാടോടി കഥകളിലും ആനപ്പക്ഷിക്ക് സവിശേഷമായൊരു സ്ഥാനമുണ്ട്. അതിൻ്റെ ഭീമാകാരമായ വലിപ്പവും വലിയ മുട്ടകളും നൂറ്റാണ്ടുകളായി കഥകൾക്കും പുരാണങ്ങൾക്കും പ്രചോദനമായിട്ടുണ്ട്. ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷികൾ ആത്മീയ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട്
ചില പ്രദേശങ്ങളിൽ ശകുനങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാണ്. ആനപ്പക്ഷിയുടെ വംശനാശം മഡഗാസ്കറിൽ ഇന്ന് പക്ഷി ഗവേഷകരുടെയും ചരിത്രകാരന്മാരുടെയും വിനോദസഞ്ചാരികളുടെയും ഇഷ്ടവിഷയമാണ്. ഒരു കാലത്ത് മനോഹരമായിരുന്ന ദ്വീപിൻ്റെ ജന്തുജാല വൈവിധ്യം ഗവേഷക ലോകത്തെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടോടെ ആനപ്പക്ഷി വംശനാശം സംഭവിച്ചതായി കരുതപ്പെടുന്നു. കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും മനുഷ്യൻ്റെ പ്രവൃത്തിയായിരുന്നു ഒരു പ്രധാന ഘടകം എന്ന് കരുതുന്നു. BC 500-ൽ മഡഗാസ്കറിലെത്തിയ ആദ്യകാല മനുഷ്യ കുടിയേറ്റക്കാർ ഭക്ഷണത്തിനായി പക്ഷികളെ വേട്ടയാടുകയും അവയുടെ മുട്ടകൾ ഉപയോഗിക്കുകയും ചെയ്തിരിക്കാം. കൃഷിക്കായി വനങ്ങൾ വെട്ടിത്തെളിച്ചതുൾപ്പെടെയുള്ള ആവാസ വ്യവസ്ഥയുടെ നാശവും അവയുടെ വിനാശത്തിന് കൂടുതൽ കാരണമായിട്ടുണ്ടാകും. ആനപ്പക്ഷിയുടെ വംശനാശം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ജീവിവർഗങ്ങളെപ്പോലും എങ്ങനെ കാര്യമായി ബാധിക്കും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒട്ടകപ്പക്ഷികൾ, എമുകൾ, റിയകൾ, മറ്റു വലിയ പറക്കാൻ കഴിയാത്ത പക്ഷികൾ എന്നിവ സമുദ്രങ്ങളാൽ വേർതിരിക്കപ്പെട്ട 6 കരകളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ പറക്കാനുള്ള കഴിവില്ലാതെ അവ എങ്ങനെയാണ് ഇത്രയും വിദൂര സ്ഥലങ്ങളിലെത്തിയത് എന്നത് ഒരു ശാശ്വതമായ രഹസ്യമായി ഇന്നും തുടരുന്നു. പാലിയോഗ്നാഥുകൾ എന്നറിയപ്പെടുന്ന ഈ പക്ഷിക്കൂട്ടത്തിൻ്റെ പൂർവികർ ഗ്രഹത്തിൻ്റെ ഭൂരിഭാഗവും 320 ദശലക്ഷം മുതൽ 195 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതും ഒരുമിച്ച് ഉപയോഗിച്ചിരുന്ന സൂപ്പർ ഭൂഖണ്ഡമായ പാൻജിയയിലേക്ക് നടന്നുപോയി എന്നതായിരുന്നു ഒരു ആശയം. ഈ ഭീമൻ ഭൂഖണ്ഡം പിളരുമ്പോൾ പക്ഷികൾ ഇതിനകം തന്നെ ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് സാധ്യതയെന്നും ചില വാദങ്ങളുണ്ട്. എന്നാൽ ആ സിദ്ധാന്തത്തിൻ്റെ സമയം തെറ്റാണ്. ഏകദേശം 195 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാൻജിയ പിളർന്ന് ഇന്ന് നമുക്ക് പരിചിതമായ ഭൂഖണ്ഡങ്ങൾ രൂപപ്പെട്ടു. ഡോഡോ പക്ഷികളെപ്പോലെ, ആനപ്പക്ഷിയെപ്പോലെ കഴിഞ്ഞ കാലത്തിൻ്റെ ഇരുണ്ട യുഗത്തിലേക്ക് മറഞ്ഞുപോയ അജ്ഞാതമായ ഇത്തരം പല ജീവിവർഗങ്ങളുടെ തിരോധാനം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനുഷ്യ വംശത്തിൻ്റെ നിലനിൽപ്പിനും അനിവാര്യമാണെന്നുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.